എല്ലാ സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ബന്ധുമിത്രാദികൾക്കും എല്ലാ ചങ്കുകൾക്കും ഈദ് മുബാറക്. നല്ല ഒരു സാഹോദര്യത്തിൻ്റെ, ക്ഷമയുടെ, കഠിനാധ്വാനത്തിൻ്റെ, ആത്മസമർപ്പണത്തിൻ്റെ 29 നാളുകളാണ് നമ്മൾ കഴിഞ്ഞല്ലേ. 29 30 ദിവസം നാളെ പെരുന്നാളാണ്. എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ. നൈമിത്ര ഇടവക സ്പെഷ്യൽ ഈദ് മുബാറക്. സമാധാനത്തിൻ്റെയും ആത്മസമർപ്പണത്തിൻ്റെയും അറിയലിൻ്റെയും ദൈവത്തെ അറിയലിൻ്റെയും 29 ദിനരാത്രങ്ങൾ കടന്ന് നമ്മളിതേ പെരുന്നാളിൻ്റെ വക്കിലെത്തിക്കുന്നു. സന്തോഷത്തിൻ്റെ ഒരു നല്ല ദിവസമായിരിക്കട്ടെ എന്ന് എല്ലാവർക്കും ആശംസിക്കുന്നു. ഡിമിത്രയുടെയും നയമിത്രയുടെയും ഞങ്ങളുടെ എല്ലാവരുടെയും വക ഈദ് മുബാറക്. എല്ലാവർക്കും സമാധാനം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നോമ്പിൻ്റെ തുടക്കം മുതൽ ആഗ്രഹിക്കുന്നവർ, ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണിത്. പിന്നെ എല്ലാവർക്കും ഷുഗറാണ്, പിന്നെ സാമ്പത്തികം, പല കാര്യങ്ങളും ഓർമ്മിച്ചിട്ട് ഇതെല്ലാം നീട്ടി വെച്ചു. ഇന്ന് അവസാനത്തെ നോമ്പ് നമ്മളിതൊക്കെ മേടിച്ചു. സാധാരണ ഞാൻ പറഞ്ഞിട്ടില്ലേ, ഈ നോമ്പ് പിടിക്കുന്നവർ ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പം ഇല്ലാത്തവനെ ഓർക്കണമല്ലോ. അപ്പോൾ എനിക്ക് അത് പറയാണ്ട്, നമ്മൾ ഒരു സഹോദരി ഇങ്ങനെ പറഞ്ഞു, എൻ്റെ കുട്ടിക്ക് കൊടുക്കാൻ ഒന്നുമില്ല. എന്നപ്പോൾ നമ്മൾ ഇതുവരെ വരാൻ പറ്റിയില്ല, അച്ചാറെടുത്തോണ്ടൊന്ന് വെച്ചിരിക്കുകയായിരുന്നു. നാളെ തന്നെ പറയണം, അവർക്ക് വന്നെടുക്കാൻ, നമുക്ക് കൊടുക്കാൻ പറ്റിയില്ല. അങ്ങനെ നമുക്കാകെ ചെയ്യാൻ പറ്റുന്ന അതാണ്. അപ്പോൾ അത് കേട്ടപ്പോഴും ഭയങ്കര വിഷമമായി. പക്ഷെ നമുക്കവിടെ എത്തിക്കാൻ പറ്റില്ല. നമ്മളും അവരെ പോലെ വളരെ പ്രതിസന്ധിയിലും പ്രശ്നങ്ങളിലൊക്കെ പോകണമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് പേരുണ്ട് ഈ ലോകത്തെ. അപ്പോൾ ഒന്നുമില്ലാത്ത ഒരുപാട് പേരുണ്ട്. നമുക്ക് അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ നമ്മൾ വയറ് നിറച്ച് കഴിക്കുന്നവൻ നമ്മളിൽപ്പെട്ടവനല്ല എന്ന് പഠിപ്പിച്ച മതമാണ്. അതെ, നമുക്ക് എല്ലാവരോടും ഒരു അനുകമ്പയും ഒക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് സഹായിക്കുന്നതിനോ അല്ലെന്നുണ്ടെങ്കിൽ ചേർത്ത് പിടിക്കുന്നതിനോ കുറേ പരിമിതികളുണ്ട്. നമ്മൾ അതിനേക്കാൾ അത്രയ്ക്ക് വേണ്ടിയൊന്നും ആയിട്ടില്ല. പക്ഷേ നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ നമ്മൾ ചെയ്യുന്നുണ്ട്. എനിക്ക് ഭയങ്കര വിഷമമുണ്ട് അവർ പറഞ്ഞപ്പം. അച്ചാറ് കൊണ്ട് വെച്ചേക്കുന്നു, പക്ഷെ അവരെ വിളിച്ച് കൊടുക്കാനും പറ്റിയില്ല. എന്നാലും കൊടുക്കണം, അതേ പറ്റൂ നമ്മളെ കൊണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ. ഇപ്പം നോമ്പ് തുറക്കാറായി, നമ്മളെല്ലാവരും വെച്ചിട്ടിരിക്കുകയാണ്. വാങ്ങ് കേൾക്കണം, നോമ്പ് കുറിക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ടാറ്റാ. അപ്പോൾ നോമ്പ് കുറിക്കാനുള്ള സമയമായപ്പോൾ ഞാനിരുന്ന് എൻ്റെ ചില കുതന്ത്രങ്ങൾ കാണിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഭംഗിയായിട്ട് 24 നോമ്പും എടുത്ത ഒരു മഹതിയാണ് ഞാൻ. അതിൽ വളരെ സന്തോഷത്തോടു കൂടി എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പ്രവാചകൻ്റെ, നബിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവാചകൻ്റെ, നബിയുടെ ഒരു അനുയായിയെപ്പോലെ ചെയ്യാൻ പറ്റിയത് വളരെ ഒരു സന്തോഷമായിട്ട് തോന്നുന്നു. കാരണം എന്താണ് നോമ്പെന്നും എന്താണ് പ്രാർത്ഥനയെന്നും എന്താണ് ദൈവമെന്നും ഒക്കെ നമ്മൾ ആഴത്തിൽ പഠിച്ചാൽ മതി. സ്വാർത്ഥതയില്ലാതെ വിശാലമായി ചിന്തിച്ചാൽ മതിയാവും എന്ന് എനിക്ക് മനസ്സിലാക്കി തന്ന ഒരു നല്ല ഒരു സദുദ്ദേശത്തിൻ്റെ ഒരു ഇതായിട്ടാണ് എനിക്ക് നബിയെ തോന്നുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ നോമ്പ് ആചരിച്ചു പോരുന്നത്. നോമ്പ് ഉപവാസവും വ്രതവും എല്ലാം നല്ലതിനാണെന്ന് ഒരിക്കൽ കൂടെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. അടുത്ത വർഷവും സർവശക്തനായ തമ്പുരാൻ നമുക്ക് നോമ്പ് പിടിക്കാനുള്ള ആവത് തരട്ടെ, ആരോഗ്യ സൗഖ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ദൈവത്തോട് തേടുന്നു. പിന്നെ എല്ലാവർക്കും നല്ല സമാധാനത്തിൻ്റെ ഒരു ചെറിയ പെരുന്നാളായിരിക്കട്ടെ. എല്ലാവരും ഒരുമിച്ച് നിൽക്കട്ടെ. അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ പിന്നെ ആർഭാടം കാണിക്കുന്നത് അല്ലെങ്കിൽ അനാഥരുടെ മുമ്പിൽ വെച്ച് മക്കളെ കൊഞ്ചിക്കുന്നത് അതൊന്നും നല്ലതല്ല എന്ന് പറഞ്ഞ പ്രവാചകനെ ഓർമ്മിപ്പിക്കുന്ന, പ്രവാചകനെ ഓർത്തിരിക്കുന്ന ഒരു കാര്യമാണല്ലോ ചെറിയ പെരുന്നാളെന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മളൊരു ബീഫ് വരട്ട് ഉണ്ടാക്കി വെച്ചു. നേരത്തെ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കി വെച്ചു. പിന്നെ ചമ്പാവരി വെച്ചിട്ട് നമ്മളൊരു റൊട്ടിയും ഉണ്ടാക്കി വെച്ചു.
അപ്പോൾ അതാണ് ഇപ്പോൾ രാത്രി കഴിക്കാനായിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആർഭാടം കാണിച്ചുകൊണ്ടല്ല, ഒരു ചെറിയ സന്തോഷം മാത്രം. പറഞ്ഞല്ലോ, നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലൊന്നും നമുക്ക് എത്താൻ പറ്റുന്നില്ല. നമ്മളും സാമ്പത്തികമായിട്ടും അല്ലാതെയും മാനസികമായിട്ടും ഒക്കെ അല്ലാത്ത പിരിമുറുക്കങ്ങളിൽ കൂടി തന്നെയാണ് ഇപ്പോഴും കടന്നു പോകുന്നത്. എങ്കിലും എല്ലാ മനുഷ്യരും സന്തോഷിക്കുമ്പോൾ നമുക്കും കൂടെ ഒരു ചെറിയ സന്തോഷം എന്ന രീതിയിലാണ്. നാളെ ചെറിയ പെരുന്നാൾ ആഘോഷിക്കാൻ പറ്റുന്ന രീതിയിൽ അത് ആഘോഷിക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ട എല്ലാവർക്കും, ഞങ്ങളുടെ ചാനലിലും പേജിലും പ്രൊഫൈലിലും എല്ലാത്തിലും വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരുപാട് സന്തോഷത്തിൻ്റെയും ഒരു സമാധാനത്തിൻ്റെയും ഒരു വർഷമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവരും കൂടെ നിൽക്കണം, ചേർത്ത് പിടിക്കണം. പോരായ്മകൾ ഒരുപാടുണ്ട്. വലിയ കണ്ടൻറ്റുകളോ മറ്റോ ഒന്നും ഇടാനായിട്ട് പറ്റുന്ന ആൾക്കാരല്ലല്ലോ നമ്മളെ കൊണ്ട് പറ്റുന്ന ചെറിയ രീതിയിലുള്ളതൊക്കെയാണ് ഇടുന്നത്. എല്ലാ വിശ്വാസത്തെയും ഞാൻ വിശാലമായിട്ടാണ് സ്വീകരിക്കുന്നത്. ദൈവം ഒന്നേ ഉള്ളൂ, പല പേരിൽ നമ്മളെ വിളിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ വിശ്വാസമാണ് വലുതെന്നുള്ളൊരു ചിന്ത എനിക്ക് ഒരിക്കലും ഇല്ല. അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹത്തോടെ സ്വന്തം ദീജ.